ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ കുറച്ച് വീട്ടുവിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് മൊത്തത്തിലൊരു ബിസി ഡേ ആണ്. വേറെ ഒന്നുമല്ല, ഞങ്ങളിന്ന് രാവിലെ എഴുന്നേൽക്കാൻ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് മൊത്തത്തിലൊന്നും എല്ലാത്തിനും താളം തെറ്റിയിട്ടുണ്ട്. പിന്നെ ഇതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായതെന്ന് വെച്ചാൽ ഇന്ന് ജാനിക്ക് അച്ഛൻ ഓഫീസിൽ പോകുന്നത് കാണാൻ പറ്റി. ഇന്ന് അച്ഛനെ ഓഫീസിലേക്ക് യാത്രയാക്കാൻ ജാനിയും ഉണ്ട്. ഞങ്ങൾ ചെറുതായി ഇളമയിലൊക്കെ കൊണ്ട് പുറത്ത് നിൽക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ജാനിക്ക് തുമ്മാനൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഡെലിവറിക്ക് ശേഷം മുഖത്തൊരു പ്രത്യേക ഗ്ലോ വരും എന്നൊക്കെ പറയുന്നത് എൻ്റെ കാര്യത്തിൽ ശരിയല്ല കേട്ടോ. പിന്നെ ജാനിക്ക് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ടാറ്റ എന്ന് പറഞ്ഞാൽ പുറത്തു പോകുന്നതിന് മുൻപ് പറയുന്നതാണെന്നൊക്കെ ആളിപ്പോൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ടാറ്റയൊക്കെ പറഞ്ഞ് അച്ഛനെ യാത്രയാക്കുകയാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൂടി അവിടെ തന്നെ നിന്നു. എന്നിട്ട് ഞാൻ ജാനിയോട് അച്ഛൻ എവിടെയാണ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവൾക്ക് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്. അവൾ അച്ഛനെ അവിടെ ചുറ്റും നോക്കി. ഇനി വേണം എൻ്റെ പണികൾ ആരംഭിക്കാൻ. ആദ്യം ജാനിയെ പിടിച്ച് ചെയറിലിരുത്തി. ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. കയ്യിലുള്ളത് അവളുടെ ഫേവറിറ്റ് ടോയാണ്. ഇനി മുറ്റം ഒന്ന് വൃത്തിയാക്കാം. ഇന്ന് ഇത്തിരി ഇലകൾ കുറവാണ് വീണിട്ടുള്ളത്. പെട്ടെന്ന് ചെയ്ത് തീർത്തില്ലെങ്കിൽ ചെയറിലിരിക്കുന്ന ആൾ എണീറ്റ് നിൽക്കും. ശരിക്ക് ഇതൊക്കെ ഇവിടെ ചെയ്യാൻ വേറെ ആളുണ്ട്. അയാൾ വീക്കിലി ചെയ്യുള്ളൂ. ഇതൊക്കെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ്. അങ്ങനെ ഒരുവിധം വൃത്തിയായപ്പോൾ ഞാൻ ജാനിയെ ചെയറോടെ പൊക്കി മുറ്റത്തിരുത്തി. കുറച്ച് നേരം കൂടി വെയിൽ കൊള്ളിച്ചു. മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം കാറ്റും തണലൊക്കെ ഇവിടെയുണ്ട്. അത് വിചാരിച്ചിട്ട് റൂമിൽ ചൂട് കുറവില്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ നാട്ടിലെ ചൂട് പോലെ തന്നെയാണ്. നമ്മൾ പിന്നെ AC ഓണാക്കി ഫുൾ ടൈം ഇരിക്കുന്നതുകൊണ്ട് അതിൻ്റെ തീവ്രത പുറത്തിറങ്ങുമ്പോൾ മാത്രമേ അറിയുള്ളൂ. ഇതാ അപ്പോഴേക്കും ജാനി അവളുടെ കരച്ചിൽ നാടകം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഏകദേശം 9 മണി ആയിട്ടുണ്ട്. 9 മണിക്ക് ജാനി ഉറങ്ങുന്ന ടൈമാണ്. ഞാൻ മാക്സിമം അവളുടെ റൊട്ടീൻ അതേപോലെ തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട്. പുറത്തു പോകുമ്പോൾ മാത്രമാണ് അതിലെന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകാറ്. ജാനിക്ക് പിന്നെ ഉറക്കം വന്നാൽ ഭയങ്കര വാശിയാണ്. അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പണി ചെയ്യുന്നതൊക്കെ നിർത്തി അവളെ ഉറക്കാനുള്ള ശ്രമത്തിലായി. അവൾ ഉറങ്ങാനായിട്ട് അധിക നേരമൊന്നും എടുത്തില്ല. ഈ ഉറക്കം അധിക നേരമൊന്നുമില്ല, കുറച്ച് നേരത്തേക്കുള്ളൂ. മാക്സിമം ഒരു അരമണിക്കൂർ. ഞാൻ എന്തെങ്കിലും സൗണ്ട് കിച്ചണിൽ ഉണ്ടാക്കിയാലും മതി, അപ്പോൾ അതിന് മുൻപേ എഴുന്നേക്കും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ സൗണ്ടൊന്നും ഉണ്ടാക്കാതെ അടിച്ചുവാരി തുടച്ചു. എന്നാലേ ഉറക്കം കഴിഞ്ഞാൽ അവളെ നിലത്തിരുത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ കയ്യിൽ കിട്ടുന്നതൊക്കെ പെറുക്കി വായിലിടും. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളും അങ്ങനെയൊക്കെ തന്നെയാണെന്നറിയാം. എന്നാലും ഈ സ്റ്റേജ് ഒന്ന് പെട്ടെന്ന് കഴിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. എന്തെങ്കിലും എടുത്ത് വായിലിട്ടാൽ തന്നെ ഞാനതെടുത്താൽ പിന്നെ പറയേണ്ട കാര്യം. കരച്ചിൽ നിർത്താൻ തന്നെ കുറേ സമയമെടുക്കും. ഇനി ലൈറ്റൊക്കെ ഓഫാക്കി പതുക്കെ അടുക്കളയിൽ പോവാം. ഇനി അവിടെയാണ് പണികളെല്ലാം കിടക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയായിരുന്നു. എനിക്കുള്ള ദോശയും ജാനിക്കുള്ള കുറുക്കും ഇനി ഉണ്ടാക്കാനുണ്ട്. അപ്പോഴേക്കും എന്തോ ഒരു സൗണ്ട് കേട്ടിട്ട് അവൾ ഉണർന്നിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ തോളത്ത് കിടന്നുറങ്ങണം. അതാണ് ശീലം. ഇനി അവളെ ബെഡിൽ കൊണ്ടുപോയി കിടത്തിയാലും കിടക്കാറില്ല. ഇങ്ങനെ തോളത്ത് കിടക്കുകയാണെങ്കിൽ കുറച്ച് നേരം കൂടി ഉറങ്ങും. അങ്ങനെ ഞാൻ കുറുക്കും ദോശയും ഉണ്ടാക്കി. ഞാൻ ദോശ ഉണ്ടാക്കുമ്പോൾ ദോശയുടെ ഭംഗിയൊന്നും നോക്കാറില്ല. ദോശ കഴിച്ച് വന്നപ്പോഴേക്കും അത്യാവശ്യം പാത്രങ്ങളായിട്ടുണ്ട് കഴുകാനായിട്ട്. പിന്നെ ഇന്ന് രാത്രിക്ക് ചിക്കൻ കറി റെഡിയാക്കാനുണ്ട്. ചിക്കനിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളത്തിലിട്ട് വെക്കുകയാണിപ്പോൾ. പിന്നെ ഇന്ന് ജാനിക്ക് ഞാൻ ബസ്മതി റൈസ് ട്രൈ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് കൊടുത്തു നോക്കാം, കഴിക്കുമെന്ന് നോക്കാമല്ലോ. ജാനിക്കായതുകൊണ്ട് ഞാൻ അരി കുറച്ചധികം നേരം കുതിർത്ത് വെച്ചിരുന്നു. അങ്ങനെ കുക്കറിലെല്ലാം സെറ്റാക്കി വച്ചപ്പോഴേക്കും ജാനി എണീറ്റു. ഇനി കുറുക്ക് കൊടുത്തിട്ടാകാം ബാക്കി പണികൾ. ഇനി ഞാൻ കുറച്ച് നേരം ജാനിയെ പ്ലേമാറ്റൊക്കെ വിരിച്ച് അതിലിരുത്തി കളിപ്പിക്കും. ഇപ്പോൾ ടോയ്സൊക്കെ വെച്ച് ഇരുന്ന് കളിക്കും ആൾ. പക്ഷേ കൂട്ടിന് ഞാനുണ്ടാകണമെന്ന് മാത്രം. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ ടോയ്സും കൂടി ഒരുമിച്ച് കൊടുക്കില്ല. കുറച്ചൊക്കെ ഒളിപ്പിച്ച് വയ്ക്കും. എന്നിട്ട് ഓരോ ദിവസവും ഓരോന്നായിട്ട് എടുത്ത് കൊടുക്കും. അപ്പോൾ പുതിയത് കിട്ടിയ എക്സൈറ്റ്മെൻറ്റിൽ ആളിരുന്ന് കളിക്കും. പിന്നെ ഇപ്പോൾ ജാനി എണീറ്റ് നിൽക്കുമെങ്കിലും കൈ വിട്ട് അധികം നേരം നിൽക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 1-2 പ്രാവശ്യം താഴെ വീണു. പിന്നെ ആൾക്ക് പേടിയായി. അപ്പോൾ ഞാൻ ഡെയിലി കുറച്ച് നേരം ചെയറിന് മുൻപിലോ അല്ലെങ്കിൽ വാട്ടർ ബോട്ടിലിൻ്റെ മുൻപിലോ നിർത്തും. അവളുടെ പേടി മാറ്റാനായിട്ട് ഇപ്പം എൻ്റെ മുന്നിൽ ഇതേ ഒരു വഴിയുള്ളൂ. ഈ സമയം കൊണ്ട് റൈസ് ആയിട്ടുണ്ട്.
ഇത് തന്നെയാണ് എൻ്റെയും ഇന്നത്തെ ലഞ്ച്. വെജിറ്റബിൾസും റൈസും നന്നായി കുക്കായിട്ടുണ്ട്. പിന്നെ ജാനി അവിടെ ഇരുത്തി ഞാൻ പെട്ടെന്ന് പാത്രമൊക്കെ കഴുകി കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുത്തു. അപ്പോഴേക്കും എന്നെ അന്വേഷിച്ച് ഒരാളെത്തിയിട്ടുണ്ട്. വേറെ ആരുമല്ല, ജാനി തന്നെയാണ്. അവൾ ഞാൻ വരച്ച ലക്ഷ്മണരേഖ കടക്കാറില്ല. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ അവൾ നമ്മൾ പറയുന്നത് പലതും മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. വരാൻ പറഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വരും, അതേപോലെ തന്നെ പോകാൻ പറഞ്ഞാൽ തിരിച്ചു പോവുകയും ചെയ്യും. അത് കഴിഞ്ഞ് ജാനിയെ ഞാൻ കുളിപ്പിച്ചു. പിന്നെ ഫുഡൊക്കെ കൊടുത്തു. അവൾക്ക് വെജിറ്റബിൾസൊക്കെ ഉള്ളതുകൊണ്ട് റൈസ് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഇടയിൽ കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ ചിക്കൻ കറി ഒരുവിധം ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഉച്ചമയക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങും. ജാനിക്ക് പുറത്തിറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ അവൾ കാണിക്കുന്ന എക്സൈറ്റ്മെൻറ്റ് അതിന് ഒരൊറ്റ കാരണമുള്ളൂ, ദാ ഇവരാണ്. അവർ കളിക്കുന്നത് നോക്കി നിൽക്കുന്നതാണ് ഞങ്ങളുടെ അടുത്ത പരിപാടി. അപ്പോഴാണ് അവിടെയുള്ള ഒരു പൂച്ച ഗേറ്റ് കടന്നു പോകുന്നത് ഞങ്ങൾ കണ്ടത്. ജാനിക്ക് ഇപ്പോൾ പൂച്ച എന്നൊക്കെ പറഞ്ഞാൽ അറിയാം. പൂച്ച, കിളി ഇതൊക്കെ ഇപ്പോൾ കണ്ടാൽ അറിയാം. കൂടുതൽ ഇഷ്ടം പൂച്ചയാണെന്ന് മാത്രം. അങ്ങനെ ഞങ്ങൾ പൂച്ചയെ ഫോളോ ചെയ്ത് ഗേറ്റിന് പുറത്തെത്തി. ഇനി കുറച്ച് പുറത്തെ കാഴ്ചകളാണ്. പൂച്ച വിശേഷം എന്നൊക്കെ പറയാം. പൂച്ചയാണെങ്കിൽ ഞങ്ങൾ ഒരു മൈൻഡും ചെയ്യണില്ല. ഫുഡ് അന്വേഷിച്ചിട്ടുള്ള ഓട്ടത്തിലാണ്. പൂച്ച ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിലും പൂച്ചയെ കുറച്ചു നേരം കൂടി ഫോളോ ചെയ്ത് പോകാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഒന്നേ ഉള്ളൂ, ജാനിയുടെ സന്തോഷം. അങ്ങനെ പൂച്ചയെ ഫോളോ ചെയ്ത് 3-4 വീട് ഞങ്ങൾ കടന്നുപോയി. പെട്ടെന്ന് പൂച്ച നടത്തൊക്കെ അവസാനിപ്പിച്ച് ഒരു ഭാഗത്ത് ഇരുന്നു. കൂട്ടത്തിൽ ഞങ്ങളും നടത്തം അവസാനിപ്പിച്ചു. എന്താണ് കാരണമെന്ന് മനസ്സിലായില്ല. അപ്പോഴാണ് ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരു വിലയും കൊടുക്കാതെ പാടത്തും പറമ്പിലും കാണുന്ന ഒരു തരം പുല്ല് ഇവിടെ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് റോഡ് സൈഡിലായിട്ട്. റോഡ് സൈഡിൽ ഭംഗിക്കായിട്ട് വെച്ച് പിടിപ്പിക്കുക മാത്രമല്ല, അത് നനയ്ക്കാൻ വരെ പൈപ്പ് ഇട്ടിട്ടുണ്ട് ഇവിടെ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒരു അറബിയുടെ വീടിൻ്റെ മുന്നിലാണ്. മുൻപ് എനിക്ക് അവരുടെ ഫാമിൽ നിന്നുള്ള ഫ്രഷ് വെജിറ്റബിൾസൊക്കെ ഒരു കവറ് നിറയെ തന്നിരുന്നു. ഇന്ന് എനിക്കും ജാനിക്കും കൂടി അവർ കുറച്ച് ഈന്തപ്പഴമൊക്കെ തന്നു. അപ്പോഴാണ് ഇവിടുത്തെ ഈന്തപ്പന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. നിറയെ കായ്ച്ചിരിക്കുകയാണ്. അതിൽ 1-2 എണ്ണം പാകമായിട്ടുണ്ട്, ബാക്കിയെല്ലാം ആവുന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ റൂമിലേക്ക് തിരിച്ചു. നേരം ഇരുട്ടിത്തുടങ്ങി. ജാനിയുടെ അച്ഛൻ വരാറായിട്ടുണ്ട്. ഇവിടെ സന്ധ്യാനേരത്ത് പുറത്തിറങ്ങി നടക്കാൻ എന്നെപ്പോലെ തന്നെ ജാനിക്കും ഇഷ്ടമാണ്. അങ്ങനെ ജാനിയുടെ അച്ഛൻ എത്തി. ഇനി അച്ഛനും മോളും കാറിലിരുന്ന് കളിയായി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. താങ്ക് യു ഫോർ വാച്ചിങ്.